വെൽക്കം ബാക്ക് ടു പിൻഡോ റൂബി അനലിറ്റിക്കൽ ടാരോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ, അതായത് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാൻ പോകുന്ന നെഗറ്റിവിറ്റി എന്താണ്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്ന ആ മോശം സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റ്യൂട്ടീവ്ലിയാണ് കാർഡുകൾ എടുക്കുന്നത്. യൂണിവേഴ്സ് നൽകുന്ന സൂചനകളെ എനർജി വെച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ്. Eight of Pentacles, Hierophant, Eight of Swords, Four of Swords, Chariot, Four of Cups, Chambers വന്നല്ലോ, Fool card, Temperance, Ace of Cups, Seven of Cups, Seven of Wands. ഓക്കെ, നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് വളരെ വ്യക്തമായി തന്നെ ഈ കാർഡുകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ക്യൂൻ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ഹയറഫന്റ് എന്നീ കാർഡുകളാണ് നമുക്ക് ആദ്യത്തെ നിരയിൽ തന്നെയുള്ളത്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ജീവിതത്തിൽ ഒരു യന്ത്രത്തെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചില നിയമങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്തൊരു ഭൂതകാലം അല്ലെങ്കിൽ ഒരു സമീപ ഭൂതകാലം നിങ്ങൾക്കുണ്ട്. അത് സൊസൈറ്റിക്ക് വേണ്ടി തന്നെ ആവണമെന്നില്ല, കുടുംബത്തിന് വേണ്ടിയും ആകാം. പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ചില വ്യക്തികളിൽ നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദവും കുറ്റപ്പെടുത്തലുകളും മാത്രമായിരുന്നു. അത് നിങ്ങളെ ഇന്ന് കാണുന്ന ക്യൂൻ ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അവർ ക്യൂൻ ഓഫ് സോർഡ്സ് ആക്കി നിങ്ങളെ ആ സാഹചര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങൾ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന, കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരുന്ന, പുറമേക്ക് വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വന്തം വികാരങ്ങളെ അടക്കി വെച്ച് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കാൻ നിങ്ങൾ നിർബന്ധിതരായിട്ട് നിൽക്കുകയാണ്. എയ്റ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് സോർഡ്സ്, അതുപോലെ ചാരിയറ്റ് എന്നിവയാണ് ഇതിനോട് തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്ന എനർജീസ്. ഈ കാർഡുകൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന ഘട്ടത്തെയാണ് കാണിക്കുന്നത്. ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിസ്സഹായരായിട്ട് നിന്നിട്ടുണ്ട്. ആരും സഹായിക്കാനില്ലാതെ, ഒന്നും ചെയ്യാനില്ലാതെ, കണ്ണുകൾ കെട്ടപ്പെട്ട്, കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. എങ്ങോട്ട് പോകണം, ആരോട് പറയണം, ആരോട് സഹായം ചോദിക്കണം എന്നറിയാത്തൊരവസ്ഥ. ആളുകൾക്ക് നടുവിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ മാനസിക വിഷമം താങ്ങാൻ കഴിയാതെ മനസ്സിനും ശരീരത്തിനും മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ, എല്ലാം നിർത്തിവെച്ചൊരു വലിയ ബ്രേക്ക് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തള്ളപ്പെട്ടു എന്ന് പറയാം. അതായത് നിങ്ങളെ നിർബന്ധിതമായിട്ട് ആരോ നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ നിന്നോ, നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ചിരുന്ന സ്ഥലത്ത് നിന്നോ, നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾ നൽകിയ ഏരിയയിൽ നിന്നോ ആരോ നിർബന്ധിച്ച് നിങ്ങളെ പിരിച്ചു വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെയാണ് മാറ്റത്തിന്റെ തുടക്കം. ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നിങ്ങളെ, അങ്ങനെ പറയാം, അതായത് എവിടെയാണെങ്കിലും തനിച്ചു നിന്നിരുന്ന നിങ്ങളെ, ഒറ്റപ്പെട്ടു നിന്നിരുന്ന നിങ്ങളെ ആ പ്രതിസന്ധികളിൽ നിന്ന് ശക്തമായി പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന ഒരു എനർജിയാണ് ചാരിയറ്റ്. ഇനിയും എനിക്ക് ഇങ്ങനെ തോറ്റു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾ സ്വന്തം കൈകളിലേക്ക് എടുത്ത ആ നിമിഷം, അതാണ് ഈ ചാരിയറ്റ് കാണിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റി ആദ്യമായി പടിയിറങ്ങാൻ തുടങ്ങിയത്. അതുവരെ സഹിച്ചു, അതുവരെ ഒരുപാട് ക്ഷമിച്ചു.
ഇനി വയ്യ എന്ന് നിങ്ങൾ പറഞ്ഞ ആ സമയം, അത് നിങ്ങൾ വിക്ടറിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് അതിലൂടെ നിങ്ങൾ നടത്തിയത്. ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് കപ്സ്, അതുപോലെ ഫൂൾ, ടെമ്പറൻസ് എന്നിവയാണ്. ഈ കാർഡുകളിൽ നിന്നും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ ചിന്തകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതായത് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നിങ്ങൾ ഒരു വലിയ എനർജി ബ്ലോക്കിലായിരുന്നു എന്ന് ചുരുക്കം. 4 ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് നല്ല പല അവസരങ്ങളും വെച്ച് നീട്ടിയിട്ടും അതൊന്നും കാണാൻ സാധിക്കാത്ത വിധം നിങ്ങൾ പഴയ വിഷമങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാണ്. എനിക്ക് ആരുമില്ല, എന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ, എനിക്ക് നിരാശയെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്ന തരത്തിലുള്ള ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ സ്റ്റാഗ്നേഷൻ നിങ്ങളെ ഭരിച്ചിരുന്നു. ആളുകൾ നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോൾ പോലും അവരെ സംശയത്തോടെ നോക്കാൻ, ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ, അതായത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളെ എത്തിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ എനർജി എന്താണെന്ന് അറിയാമോ? അത് ഈ ഫൂളിന്റെ എനർജിയാണ്. ഭയമില്ലാതെ, കുട്ടിത്തത്തോടെ, ആർജവത്തോടെ ജീവിതത്തെ പുതിയതായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ ഫൂളാക്കുമോ, വിഡ്ഢിയാക്കുമോ എന്ന ഭയം കാരണം ആ എനർജിയെ നിങ്ങൾ ഉള്ളിൽ പൂട്ടിയിട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഭയന്നു. ഇവിടെ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്, ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു മാനസിക സന്തുലിതാവസ്ഥയെ കാണിക്കാൻ വേണ്ടിയാണ്, ഇമോഷണൽ ബാലൻസിനെ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടന്ന പഴയ നിരാശയും പുതിയ തുടക്കങ്ങൾക്കായുള്ള ആഗ്രഹവും തമ്മിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെപ്പറ്റി വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു, ഈ ചാരിയറ്റ് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2 കുതിരകളെ പൂട്ടിയ രഥത്തിലൂടെ പോകുന്ന ഈ വ്യക്തി ആ രഥത്തിന്റെ കൺട്രോൾ, 2 കുതിരകൾ 2 സ്ഥലത്തേക്കായി വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ മെരുക്കി ഒരു ദിശയിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളാണ് ഇതിന്റെ ഒരു ആദ്യപടി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ അതിലിപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ മെരുക്കാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ ആ സുപ്രധാന മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഏസ് ഓഫ് കപ്സ്, അതേപോലെ 7 ഓഫ് കപ്സ്, 7 ഓഫ് വാൺസ് എന്നീ കാർഡുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന എല്ലാ വലിയ നെഗറ്റിവിറ്റിയും, മാനസികമായ ആശയക്കുഴപ്പങ്ങളും, സ്വയം ഇല്ലാതാക്കുന്ന ചിന്തകളും, സ്നേഹശൂന്യമായ അന്തരീക്ഷവുമെല്ലാം, വലിയ നെഗറ്റിവിറ്റി ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ 7 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണം, ആരെ വിശ്വസിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അതിനുവേണ്ടി, അതായത് എന്തെങ്കിലും കുറവുകൾ ചിലപ്പോൾ നമുക്കുണ്ടാവും, അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, ഒരു ശരിയായ തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു മായക്കാഴ്ചയിൽ ഉഴലുന്ന ഒരവസ്ഥയിലായിരുന്നു നിങ്ങൾ. എന്നാൽ ആ നെഗറ്റിവിറ്റി ഇപ്പോൾ പൂർണ്ണമായും മാറുകയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ, അതായത് നിങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തീരുമാനം എടുക്കാൻ പോകുന്നു. ഹൃദയം സന്തോഷം കൊണ്ട് നിറയാൻ പോകുന്ന നാളുകളാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. സമാധാനം, പുതിയ പ്രണയം, അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യ ബന്ധത്തിലോ അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളുടെ തിരിച്ചുവരവ്, തകർച്ചയിൽ നിന്നുള്ള തിരിച്ചുവരവ്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാകാം, പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു പുതിയ നീരുറവ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടാൻ പോവുകയാണെന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതായത് ഇവിടെ ഒരു ബൗണ്ടറി നിശ്ചയിച്ചുകൊണ്ട്, 7 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിച്ച്, അതിരുകൾ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ അതിരുകൾ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ സമാധാനം കെടുത്താൻ വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജീസ്, മനുഷ്യർ അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കോട്ടെ, അവർക്കെതിരെ, അതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുക. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അത്. മറ്റുള്ളവർക്ക് വേണ്ടി ഇനി സ്വയം വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവരുത്. അതിൽ നിങ്ങൾ അങ്ങനെ ബലിയാടാകരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഒരുപാട് സഹിച്ചു, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ആർക്കോ വേണ്ടി ജീവിച്ചു. ഇനി അത് വേണ്ട.
ആ കണ്ണുനീരിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ നിരാശയുടെ ഒക്കെ കാലം കഴിഞ്ഞു. അതിൽ നിന്നൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിച്ച ചാരിയറ്റ് എനർജിയിലേക്ക് വന്ന ആ ഒരു നിമിഷം പോലെ തന്നെ കാര്യങ്ങൾ മെരുക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു യോദ്ധാവിനെ പോലെ തന്നെ ഫുൾ കാർഡിലെ കുട്ടിയുടെ എനർജിയോടുകൂടിയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ എന്തായാലും തനിച്ചല്ല. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരു ഏസ് ഓഫ് കപ്സ് കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് സമയം കളഞ്ഞ് നിങ്ങൾ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മേൽ ഒരു ക്ലൗഡ് സൃഷ്ടിക്കരുത്. അതിന് അകത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് എന്താണ് ഒറാക്കിൾ കാർഡ് നൽകുന്ന സന്ദേശം എന്ന് നോക്കാം. വിസ്ഡം ഒറാക്കിൾ കാർഡാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് നിങ്ങൾ ഈ നെഗറ്റിവിറ്റി കളയുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എന്തൊക്കെ നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ, നിരാശയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ യൂണിവേഴ്സ് പറയുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവായി പോകാൻ പോകുന്ന നെഗറ്റിവിറ്റിയെ പറ്റി യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആൻഡ് യാങ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഈ ടാരോ കാർഡിലൂടെ നമ്മൾ നോക്കി എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്ന ആ നെഗറ്റീവ് എനർജി എന്ന്. കൂടുതൽ വിവരങ്ങൾക്കായിട്ടാണ് നമ്മൾ ഒറാക്കിൾ കാർഡ്സ് എടുത്തത്. അതായത് നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്ന കാർഡ്, ഇതിന്റെ ചിത്രം നോക്കിയാൽ ഒരു പന്തിനു മുകളിൽ ശരീരം വില്ലുപോലെ വളച്ചു നിൽക്കുന്ന ഒരാളെ കാണാം. കണ്ടോ? ഇതിനർത്ഥം കുറെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന, ഇതൊരു പന്ത് തന്നെയാണോ എന്നറിയില്ല കേട്ടോ, ഇതിലൊരു പെൺകുട്ടിയുടെ ഒരു മുഖം കാണാം. അപ്പൊ അതൊരു ഫേസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതൊരു കുടം കമഴ്ത്തി വെച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നതോ പന്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നതോ അങ്ങനെ എന്തോ. ഇതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ സ്വയം ഒതുങ്ങി, അതായത് ഇതിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി, ഇതിന്റെ ഉള്ളിലേക്ക്, ഈ കുടത്തിനുള്ളിലേക്ക് കയറി നിങ്ങളെ ഒളിപ്പിച്ചിരുത്തി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് വളഞ്ഞ് നട്ടെല്ല് വളഞ്ഞ് താഴെ മുട്ടാറായി എന്ന് പറയില്ല, ഒടിയാറായി എന്ന് പറയില്ല, അതുപോലെ ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയി നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്ന് കരുതി സ്വയം വളഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചു. ഇങ്ങനെ സ്വയം മാറി മാറി ജീവിച്ചത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു കടുത്തൊരു മാനസികാവസ്ഥയാണ് ഈ തിങ്കർ എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ചിന്തകളുടെ ഒരു വലിയ കാട് തന്നെയുണ്ട്. ഞാൻ എന്തിനാണ് ഇത്രയും സഹിക്കുന്നത്, എന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ നിങ്ങളുടെ ഉറക്കം കളയുന്ന തരത്തിലുള്ള ചിന്തകൾ. അത് രാത്രികളിൽ, തിരക്കില്ലാത്ത സമയങ്ങളിൽ, നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, ചിന്തകൾ കാട് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും മടുത്തുപോയി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങൾക്ക് ഒരു വില പോലും കൽപ്പിക്കാതെ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു കഠിനമായ അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ മനസ്സ് മടുത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. ഈ അമിത ചിന്തകൾ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്കാണ്, അതായത് ഫോർക്ക് ഇൻ ദ റോഡ് എന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു വലിയ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന അവസ്ഥ. അതായത് ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങോട്ട് പോകണം എന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. പഴയതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെടണോ, നിങ്ങൾക്ക് കിട്ടുന്ന അവഗണനയും പേറിക്കൊണ്ട് നിങ്ങളുടെ സ്വത്വം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കണോ, അതോ നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു വഴി തിരഞ്ഞെടുക്കണോ എന്ന ഒരു ചിന്തയിലാണ്, അതിന്റെ ഒരു ജംഗ്ഷനിലാണ്, ഒരു കവലയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു വലിയൊരു ചോദ്യത്തിന് മുന്നിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ കാരണമാണ് അടുത്ത കാർഡുകൾ കാണിക്കുന്നത്. ബൈ ദ ബുക്ക് എന്ന കാർഡ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും
സമൂഹത്തിന്റെ നിയമങ്ങളും മറ്റുള്ളവരുടെ വാക്കും കേട്ട് സ്വന്തം മനസാക്ഷിയെ അടിച്ചമർത്തി ജീവിച്ചു എന്നാണ്. ഞാൻ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്, ഞാൻ എല്ലാം സഹിക്കാം എന്ന ചിന്തയായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു ശാഠ്യം എന്ന് പറയാം. അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരിങ്ങനെയാണല്ലോ, ഞാൻ ആ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യാം എന്ന ഒരു ചിന്താഗതിയിലൂടെ നിങ്ങൾ അതിനെ ഭേദിക്കാൻ ഭയന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇത് കാരണം നിങ്ങളുടെ ഉള്ളിലെ എനർജിക്ക് വലിയ തകരാറ് പറ്റിയിട്ടുണ്ട്. ഇവിടെ യിൻ ആൻഡ് യാങ് രണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യാങ് എന്ന് പറയുന്ന എനർജി, ഒന്നാമത്തെ നമ്പർ എനർജി, ഇത് പുറമേക്ക് കാണിക്കുന്ന കഠിനാധ്വാനവും ഓട്ടവുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇൻ എനർജി ഉള്ളിലെ സമാധാനവും വിശ്രമവുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് യാങ് എനർജി മാത്രം ഉപയോഗിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അതായത് ഒരു യന്ത്രത്തെ പോലെ പണിയെടുത്തു. മനസ്സ് എന്ന ഒരു കാര്യം, ഒരു നിങ്ങളുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മെക്കാനിക്കലായിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോയി മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് നടന്നു. നിങ്ങളുടെ മനസ്സിന് വേണ്ടതൊന്നും നിങ്ങൾ കൊടുത്തില്ല. മനസ്സിന് ആവശ്യമുണ്ടായിരുന്ന സമാധാനവും സന്തോഷവും നൽകുന്ന ഇൻ എനർജി നിങ്ങൾ പൂർണ്ണമായിട്ടും മറന്നുപോയി. നിങ്ങളെ തന്നെ മറന്നുപോയി. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ എനർജി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സ് നിങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളത് ടാരോ കാർഡിലും കണ്ടതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ നെഗറ്റീവായിട്ടുള്ള എനർജി ഒഴിഞ്ഞു പോകുന്നത് എന്നാണ് അടുത്ത കാർഡ്, എ ചേഞ്ച് ഇൻ ദ വിൻഡ് പറയുന്നത്. അതായത് നമ്മുടെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് ഈ കാർഡാണ്. ഏത് നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത്? ഏത് നെഗറ്റിവിറ്റിയാണ്? നിങ്ങൾ ഈ സീബ്രയുടെ മുകളിൽ ഒരു കെട്ടിടത്തെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതൊരു ശാശ്വതമായ കാര്യമാണ്. അപ്പോൾ ഈ കാർഡ് പറയുന്നത്, വ്യക്തമായിട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നശിക്കുന്ന ആ പഴയ ശീലം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ ഇനി ആർക്കും വേണ്ടി അനാവശ്യമായിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങളുടെ സമാധാനം കളയുന്ന മനുഷ്യരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങളെ ശ്വാസം മുട്ടിച്ച അമിത ചിന്തകൾ, ഓവർ തിങ്കിങ്, ഇനി എന്ത് സംഭവിക്കുമെന്ന ഭയവും അനാവശ്യമായ ചിന്താക്കുഴപ്പങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതോടുകൂടി തന്നെ ഒഴിഞ്ഞു പോകും. ജീവിതത്തിലെ ആ പഴയ നിശ്ചലാവസ്ഥയെല്ലാം മാറി വളരെ കാലമായി ഒരു മാറ്റവുമില്ലാതെ ഒരേ വിഷമത്തിൽ കിടന്ന് കറങ്ങുകയായിരുന്നല്ലോ നിങ്ങൾ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ, ആ മോശം സാഹചര്യവും എല്ലാം മാറി പ്രപഞ്ചത്തിന്റെ ഒരു പുതിയ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീശാൻ പോവുകയാണ്. അതായത് എ ചേഞ്ച് ഇൻ ദ വിൻഡ് ആണ്. കാറ്റ് മാറി വീശാൻ പോവുകയാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സഹിച്ചല്ലോ, ഇനി എല്ലാവർക്കും വേണ്ടി ജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ഇരുന്നാൽ അതിൽ പരം ഒരു തെറ്റ് വേറെ ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട സമയമാണ് വരുന്നത്. ആ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പ്രയോറിറ്റി നിശ്ചയിച്ച് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. നിങ്ങൾ സന്തോഷമില്ലാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിൽ നിന്ന് ലഭിക്കാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ധൈര്യമായിട്ട് പുതിയ വഴി തിരഞ്ഞെടുക്കുക. പഴയ ചിന്തകളും നിങ്ങളെ വിലമതിക്കാത്ത മനുഷ്യരെയും സാഹചര്യങ്ങളെയും ഒക്കെ അവിടെ തന്നെ ഉപേക്ഷിക്കുക. യൂണിവേഴ്സ് ഒരു പുതിയ കാറ്റ് വീശാൻ പോവുകയാണ്. നിങ്ങളെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ തയ്യാറായി യൂണിവേഴ്സ് നിൽക്കുകയാണ്. നിങ്ങൾ ആ എനർജിയിലേക്ക് ലയിച്ചു നിൽക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനവും ആശ്വാസവും അനുഭവപ്പെടുമെന്നാണ് നമുക്ക് ഈ ടാരോ കാർഡിലൂടെയും ഒറാക്കിൾ കാർഡിലൂടെയും യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. യൂണിവേഴ്സിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം നിങ്ങൾ ചെയ്യണം. കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ നോക്കിയിട്ട് അത് തിരഞ്ഞെടുത്താൽ അത് ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും. മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.